ഭാരത് ജോഡോ ന്യായ് യാത്രയെ ബി.ജെ.പി. അടിച്ചമർത്താൻ ശ്രമമെന്ന് കോൺഗ്രസ്. രാഹുൽ ഗാന്ധിക്ക് സുരക്ഷാ പ്രശ്നങ്ങളെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്ക് കത്തയച്ചു. അസം സർക്കാർ വേണ്ട സുരക്ഷ ഒരുക്കുന്നില്ലെന്നും കത്തിൽ പറയുന്നു. വിശദാംശങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, ഭാരത് ജോഡോ ന്യായ് യാത്രയെ ബി.ജെ.പി. അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്ന് കാട്ടി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെക്ക് ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്ക് കത്തയച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? വൃന്ദ, ഭാരത് ജോഡോ ന്യായ് യാത്ര ആസാമിൽ പ്രവേശിച്ച ആദ്യ ദിനം മുതൽ തന്നെ യാത്രയ്ക്ക് നിരവധി പ്രതിബന്ധങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ബി.ജെ.പി. പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും നേരിടേണ്ടി വരുന്നത്. എന്നാൽ ഇതിൽ ഈ അക്രമങ്ങൾ തടയുന്നതിനാവശ്യമായ നടപടികളൊന്നും സർക്കാർ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, യാത്രയ്ക്ക് മനഃപൂർവ്വം പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കാൻ അസം സർക്കാരും മുഖ്യമന്ത്രിയും ശ്രമിക്കുക കൂടി ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ അമിത് ഷായ്ക്ക്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത് ഷായ്ക്ക് കത്തയച്ചിരിക്കുന്നത്. ആദ്യ ദിവസം തന്നെ യാത്രക്കെതിരായി ആസാമിലുടനീളം പ്രത്യക്ഷപ്പെട്ട ബി.ജെ.പി. പോസ്റ്ററുകൾക്ക് ആസാം പോലീസ് തന്നെ സംരക്ഷണം നൽകിയെന്ന് മല്ലികാർജുൻ ഖാർഗെ അമിത്ഷായ്ക്ക് അയച്ച കത്തിൽ എടുത്തു പറയുന്നുണ്ട്. 5 പോയിന്റുകൾ നിരത്തിയാണ് ഇദ്ദേഹം കത്തയച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത്, ആദ്യ ദിവസം തന്നെ യാത്രയ്ക്ക് എതിരായി യാത്രയെ അധിക്ഷേപിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകൾക്ക് പോലീസ് തന്നെ സംരക്ഷണം ഒരുക്കിയിരുന്നു എന്നാണ്. രണ്ടാമത്തെ ദിവസം തൊട്ട് ആസാമിലെ പലയിടങ്ങളിലും പൊതുസമ്മേളനം നടത്തുന്നതിനും അതുപോലെ തന്നെ രാത്രി താമസിക്കുന്നതിനുമുള്ള അനുമതി നിഷേധിച്ചിരുന്നു. മൂന്നാമതായി ഗുവാഹത്തി നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതിനും നഗരത്തിലെ തന്നെ പ്രസ് ക്ലബിലെ മാധ്യമ പ്രവർത്തകരുടെ ഔദ്യോഗിക ക്ഷണം ഉണ്ടായിരുന്നിട്ട് കൂടി അവരെ കാണുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു. അവസാനമായി പറയുന്നത്, രാഹുൽ ഗാന്ധിയുടെ ബസ്സിനെ ബി.ജെ.പി. പ്രവർത്തകർ അടക്കമുള്ളവർ കൊടികളുമായി വളഞ്ഞ് ആക്രമിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്ക് തന്നെ നേരിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി അവരെ പ്രതിരോധിക്കേണ്ട അവസ്ഥ വന്നിരുന്നു. ആ സമയത്ത് പോലും പോലീസ് മതിയായ സുരക്ഷ ഒരുക്കിയില്ല. മാത്രമല്ല, നഗരത്തിൽ പ്രവേശിക്കുന്നതിന് തടയുന്ന സമയത്തുണ്ടായ സംഘർഷത്തിൽ പോലീസ് അക്രമാത്മകമായ സമീപനമാണ് സ്വീകരിച്ചത്. ഇതെല്ലാം രാഹുൽ ഗാന്ധിയുടെ സുരക്ഷയ്ക്ക് മതിയായ ക്രമീകരണങ്ങൾ ഒരുക്കാതെ അക്രമത്തിന് പോലീസ് അടക്കം സർക്കാരിൻ്റെ ശക്തികൾ കൂട്ടുനിൽക്കുകയാണ് എന്നാരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെ അമിത് ഷായ്ക്ക് കത്തയച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം പല ഇടത്തും പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന് ഗുവാഹത്തിയിലുണ്ടായ സംഘർഷവും മറ്റൊന്ന് അതിന് തലേ ദിവസം ബസ്സിനെ ബി.ജെ.പി. പ്രവർത്തകർ മുദ്രാവാക്യം വിളികളും അതുപോലെ തന്നെ കൊടികളുമായി ബസ് വളഞ്ഞ യാത്രയെ തടഞ്ഞു നിർത്തിയതുമാണ്. അവിടെ കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവർ ബി.ജെ.പി. പ്രവർത്തകർ ബസ്സിന് അടുത്തെത്തുന്നത് തടയാൻ ശ്രമിച്ചെങ്കിൽ പോലും ഇവർ ബസ് വളയുകയും ബസ്സിന് നേരെ കല്ലെറിയുകയും ചെയ്തിരുന്നു. മാത്രമല്ല, യാത്രയ്ക്ക് നേരെ ഉണ്ടായ കല്ലേറിൽ പല വാഹനങ്ങളുടെയും ചില്ല് തകരുന്ന അവസ്ഥ വരെ ഉണ്ടായി. ഇത്രയധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു യാത്ര നടക്കുമ്പോൾ കോൺഗ്രസിന്റെ ഒരു മുതിർന്ന പ്രമുഖ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്കും കൂടെയുള്ളവർക്കും സംരക്ഷണം ഒരുക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ചുമതലയാണെന്നിരിക്കെയാണ് ഇത്തരത്തിൽ യാത്രയ്ക്ക് നേരെ കല്ലേറടക്കമുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുന്നതും അതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതും പരിക്ക് പറ്റുന്നതും. ഇതെല്ലാം തന്നെ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയല്ല, മറിച്ച് യാത്രയെ അസം സർക്കാർ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നതാണ് കാണിക്കുന്നത് എന്നാണ് ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെയുടെ ആരോപണം. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസത്തിൽ യാത്രയ്ക്കിടെ ഉണ്ടായ സംഘർഷത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധിക്ക് എതിരെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിന് തൊട്ട് മുൻപ് ഗുവാഹത്തിയിൽ എത്തുന്നതിന് മുൻപ് ഗതാഗത തടസ്സമുണ്ടാക്കി റോഡിലൂടെയുള്ള വാഹനങ്ങളുടെ ഗതാഗതം തടസ്സപ്പെടുത്തി എന്ന ബാലിശമായ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു. തത്സമയം बीजेपी आरएसएस के लोग एक दूसरे धर्म से लड़ाते हैं, एक जात को दूसरी जात से लड़ाते हैं, एक भाषा को दूसरे प्रदेश से लड़ाते, दूसरे भाषा से लड़ाते, दूसरे प्रदेश से हम जोड़ने का काम करते हैं. वो नफरत फैलाते हैं, हम मोहब्बत फैलाते हैं. हमने पिछली यात्रा में लाखों लोगों से बात की. सारे लोगों ने कहा कि हिंदुस्तान में नफरत नहीं काम करती है, हिंदुस्तान में मोहब्बत काम करती है. ये मोहब्बत का देश है, नफरत का नहीं है. अगर चुने हुए लोग हैं, बीजेपी के नफरत भरे लोग हैं, नरेंद्र मोदी जी हैं,
अमित शाह है और यहाँ पे आपके चीफ मिनिस्टर हैं, जिनके दिल में पूरी दुनिया से नफरत है। वो सुबह उठते हैं और उनके दिल में से नफरत निकलती है। तो लड़ाई उनसे नहीं है, लड़ाई उनके दिल में जो नफरत है उससे है। आप जानते हो कि नफरत को भैया थोड़ा कमजोर है, मेरी मदद करो थोड़ी, शांत रहो। तो नफरत कभी नहीं काट सकती। अगर किसी ने आपको कुछ गलत बोला और आपने उसको कल कुछ गलत बोला, फिर वो फिर से आपको गलत बोलेगा, फिर आप बोलोगे, फिर वो बोलेगा। नफरत को सिर्फ मोहब्बत से काटा जा सकता है। और एक और बात समझिए, नफरत के पीछे डर छुपा होता है। बात समझ आई? नफरत के पीछे डर छुपा होता है। तो ये लोग देश में डर और नफरत फैलाते हैं। हमारा काम दो नारे हैं, नफरत के बाजार में मोहब्बत की दुकान, और दूसरा नारा डरो मत, डरो मत, किसी से नहीं डरो, डरो मत, चाहे कुछ भी हो जाए, डरो मत। अब यहाँ पे क्या हो रहा है असम में, थोड़ा सा आपको बताता हूँ। यहाँ पे आपके चीफ मिनिस्टर 24 घंटा नफरत फैलाते हैं, डर फैलाते हैं, मगर बात वहां नहीं रुकती है। जैसे असम में नफरत फैलती है, डर फैलता है, आपके चीफ मिनिस्टर आपकी जमीन चोरी कर लेते हैं। आप पान खाओ, सुपारी का बिजनेस उसके अंदर उनका। आप सुबह उठो, वो नफरत फैलाते हैं, और जब आप इधर उधर देखते हो, आपके जेब में से खट पैसा निकाल के ले जाते हैं। तो ये इनका काम है। देश का सबसे भ्रष्ट चीफ मिनिस्टर, ठीक है। काजीरंगा में जमीन ले ली, अब आप वहां पे काजीरंगा जाओगे, राइनो देखने जाओगे, पता लगेगा चीफ मिनिस्टर की पूरी वहां पे जमीन। शाम को पान खाओगे, पता लगेगा भैया चीफ मिनिस्टर का पान है। मीडिया देखोगे, टीवी देखोगे, टीवी के पीछे चीफ मिनिस्टर। तो जो भी आपको टीवी वाले, मीडिया वाले बता रहे हैं, वही बता रहे हैं जो असम का चीफ मिनिस्टर चाहता है। अच्छा, അസമിലെ ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുകയായിരുന്നു. അതേസമയം ഭാരത് ജോഡോ ന്യായ് യാത്രയെ ബി.ജെ.പി. അടിച്ചമർത്താൻ ശ്രമമെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്ക് കത്തയച്ചു. അസം സർക്കാർ വേണ്ട സുരക്ഷ ഒരുക്കുന്നില്ലെന്നും കത്തിൽ പറയുന്നു. ഒരിക്കൽ കൂടി രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിലേക്ക്. गोगोई जी चीफ मिनिस्टर थे, जो असम चाहता था गोगोई जी करते थे। हमने कभी नहीं कहा, हमने गोगोई जी हमारे गुरु थे, हमने कभी नहीं कहा गोगोई जी आप ये करोगे, आप वो करोगे, आप ऐसे करोगे, आप ये करोगे, कभी नहीं कहा, जिंदगी में नहीं कहा। और किसी कांग्रेस के दिल्ली के नेता ने नहीं कहा, क्योंकि हम चाहते हैं कि असम से चले। अब ये लोग, अमित शाह आरएसएस करना क्या चाहती है, आपको ये समझना है। ये मुझे गमछा दो, ये गमछा है, ये क्या है? ये गमछा नहीं है, ये असम का चिन्ह है, ये
असम की हिस्ट्री का चिन्ह है, ये असमी भाषा का रक्षक है, ये आपका स्वाभिमान है। ये इसका अपमान कर रहे हैं। जब अमित शाह फोन लगाता है और कहता है ए हेमंतो, कल तुम्हें ये करना होगा, और हेमंतो कहता है हाँ जी साहब मैं ये कल सुबह कर दूंगा, तो ये इसका अपमान हो रहा है, असम का अपमान हो रहा है। और बीजेपी करना क्या चाहती है, आरएसएस करना क्या चाहती है, ये भी समझ लो। आपकी जो भाषा है, आपकी जो संस्कृति है, आपकी जो हिस्ट्री है, इसको मिटाना चाहती है। जो आपके पूर्वजों ने कहा, जो उन्होंने आपको सिखाया, उसको मिटाना चाहती है और असम को नागपुर से चलाना चाहती है। हम ये कभी नहीं होने देंगे, हम ये होने नहीं देंगे। असम को असम से चलाया जाएगा और इस गमछे की इज्जत होगी। ये मैसेज मैं आपको देना चाहता हूं। यात्रा मणिपुर से शुरू हुई। मणिपुर से क्यों शुरू हुई? क्योंकि बीजेपी की विचारधारा ने, आरएसएस की विचारधारा ने मणिपुर को जला दिया। आज तक हिंदुस्तान का प्रधानमंत्री मणिपुर नहीं गया। 6-7 महीने हो गए, लोग मरे हैं, गांव के गांव जल गए हैं, प्रधानमंत्री आज तक मणिपुर नहीं गए। मणिपुर से अरुणाचल, अरुणाचल से नागालैंड, नागालैंड से असम, असम से बंगाल, बंगाल से उड़ीसा, झारखंड, छत्तीसगढ़, महाराष्ट्र तक। और हम एक ही चीज कह रहे हैं, ये देश मोहब्बत का देश है, ये देश मोहब्बत से आगे जाएगा। नफरत से किसी का फायदा नहीं होने वाला है, हिंसा से किसी का फायदा नहीं होने वाला है। आप आए, आपने मेरी बात सुनी, और जो मैसेज मैं आपको दे रहा हूं, आप इसको फैलाओगे, आप अपने भाई बहनों से कहोगे, दोस्तों से कहोगे, नफरत से कुछ नहीं होगा, मोहब्बत से काम चलेगा, किसी से डरना नहीं है। और हेमंतो, HBS जिसको कहते हैं, उसका कंट्रोलर दिल्ली में बैठा है और वो देश का सबसे भ्रष्ट चीफ मिनिस्टर है। अब पता नहीं कहां से इसके दिमाग में आइडिया आ गया कि वो राहुल गांधी को डरा सकता है। जितने केस लगाने मेरे ऊपर लगा दो, कोई फर्क नहीं पड़ता मुझे, मैं नहीं डरता। मैं बीजेपी से नहीं डरता, मैं आरएसएस से नहीं डरता। मुझे कोई फर्क नहीं पड़ता। जितने केस डाले, 24 लगाए, 25 लगाए, 25 और लगा दो, लो मजे लो। मैं बताऊं आपको एक बात बताता हूं। एक दिन आए मेरे पास, केस लगा दिया, केस हरवा दिया। मैंने अडानी के बारे में एक भाषण दे दिया पार्लियामेंट में, देखा होगा आपने। अडानी जी के बारे में भाषण दे दिया, और मोदी जी के खास दोस्त हैं, वो दोस्ती है, तो उन्होंने कहा भाई दोस्त को तो बचाना पड़ेगा, मेरे ऊपर केस लगा दिया, पार्लियामेंट से निकाल दिया। कहा कि भैया राहुल गांधी की लोकसभा की सदस्यता रद्द कर दो, कर दी। फिर मेरा घर ले लिया, सरकारी घर है, घर ले लिया। जब वो घर लेने आए, मैंने खुशी से उनको चाबी ली और कहा देखो भैया ये तुम्हारा घर है, मुझे ये घर नहीं चाहिए, उठा के ले जाओ। मेरा घर पता कहाँ है? मेरा घर हिंदुस्तान के हर नागरिक के दिल में है। मुझे तुम्हारे घर की जरूरत नहीं है। मेरे असम में लाखों घर हैं, मेरे उड़ीसा में लाखों घर हैं,
मेरे उत्तर प्रदेश में लाखों घर हैं, मुझे घर की कोई जरूरत नहीं। आपने इतना प्यार दिया, इसके लिए दिल से आपको मैं धन्यवाद करता हूं। नमस्कार, जय हिंद। ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ 11ാം ദിവസത്തെ പര്യടനം അസമിൽ തുടരുകയാണ്. രാഹുൽ ഗാന്ധി സംസാരിക്കുകയായിരുന്നു. അസം മുഖ്യമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനവുമായാണ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി അതുല്യ ചേരുന്നു. അതുല്യ, ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ പര്യടനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇപ്പോൾ അസം മുഖ്യമന്ത്രിയെയും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? വൃന്ദ, തനിക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളെയും അല്ലെങ്കിൽ അധിക്ഷേപങ്ങളെയും എല്ലാം ശക്തമായ ഭാഷയിൽ തന്നെ, അതേസമയം ലളിതമായ ഭാഷയിൽ തന്നെ മറുപടി നൽകിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ആസാം മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ഭയം പ്രചരിപ്പിക്കാനാണ്, വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കാനാണ് ഇവരുടെ ശ്രമം. ആസാം മുഖ്യമന്ത്രി, അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രധാനമന്ത്രി മോദി, ഇവർ 3 പേരുടെയും ഉള്ളിലുള്ളത് വെറുപ്പ് മാത്രമാണ്. ആ വെറുപ്പ് ഭയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അത് ഈ യാത്ര വിജയമാകുമെന്നുള്ള ഭയമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ യാത്ര കോൺഗ്രസിന് ബലമാകുമെന്നും ഈ യാത്ര കൊണ്ട് ബി ജെ പി സർക്കാരിൻ്റെ അന്യായങ്ങളുടെയും തെളിവുകൾ ജനങ്ങൾക്ക് മനസ്സിലാകുമെന്ന ഭയം മൂലമാണ് ഇത്തരത്തിലുള്ള പ്രതികാര നടപടികളിലേക്ക് അവർ നീങ്ങുന്നതെന്നും, എന്നാൽ ഈ വെറുപ്പ് ഭാരതത്തിൽ വിലപ്പോകില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ യാത്രയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ഭാരത് ജോഡോ യാത്രയിൽ വളരെയധികം ജനങ്ങൾ ഏറ്റെടുത്ത ഒരു വാചകമായിരുന്നു ഈ വെറുപ്പിൻ്റെ നഗരത്തിൽ ഞങ്ങളൊരു സ്നേഹത്തിൻ്റെ കട തുറക്കും എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ വാചകം. അതുതന്നെയാണ് അദ്ദേഹം ഇവിടെയും ആവർത്തിച്ചത്. കേന്ദ്ര സർക്കാരും BJP-യും അതുപോലെ തന്നെ ആസാം മുഖ്യമന്ത്രിയും എത്ര തന്നെ ശ്രമിച്ചാലും, എത്ര തന്നെ വെറുപ്പ് പടർത്താൻ ശ്രമിച്ചാലും സ്നേഹം കൊണ്ട് ഇതിനെയെല്ലാം നേരിടുമെന്നും, തന്നെ എത്ര അധിക്ഷേപിച്ചാലും മർദ്ദിച്ചാലും തടഞ്ഞാലും യാത്ര മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ മണിപ്പൂരിൻ്റെ കാര്യവും എടുത്തു പറയുകയുണ്ടായി. ആസാമിനെയും മണിപ്പൂരിനെയും അദ്ദേഹം ഒരേ തരത്തിലാണ് ഉപമിച്ചത്. മണിപ്പൂർ, ആസാം പോലുള്ള മേഖലകളുടെ വളരെയധികം പ്രാധാന്യമുള്ള ചരിത്രവും അതുപോലെ തന്നെ അവരുടേതായ ഭാഷയും അവരുടേതായ സംസ്കാരത്തെയും ഇല്ലാതാക്കിക്കൊണ്ട് ഒരു സവർണ ഹിന്ദുത്വത്തിൻ്റെ മേൽക്കോയ്മ കൊണ്ടുവരാനാണ് BJP-യുടെ ശ്രമം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആസാം മുഖ്യമന്ത്രി ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കി ജനങ്ങളിൽ ഭയം ജനിപ്പിക്കുകയും ചെയ്യുന്നത്, മറുവശത്ത് ആസാമിൻ്റെ തനതായ സംസ്കാരത്തെയും ഭൂമിയെയും ആസാമിൻ്റെ ഭാഷയെയും ഇല്ലാതാക്കിക്കൊണ്ട് BJP-യുടെ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാനാണ് എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. മണിപ്പൂരിൽ നിന്ന് യാത്ര ആരംഭിക്കാൻ കാരണം മണിപ്പൂരിനെ ഇല്ലാതാക്കിയത് RSSൻ്റെ വിചാരധാരയാണ്. എന്നിട്ട് പോലും മോദി അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മണിപ്പൂരിൽ നിന്ന് തങ്ങൾ യാത്ര ആരംഭിച്ചത്. അവിടെ വെച്ച് തങ്ങളെ തടയാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മണിപ്പൂരിൽ വെച്ച് ഞങ്ങൾ പിറകോട്ട് പോയില്ലെങ്കിൽ ആസാമിൽ വെച്ച് ഞങ്ങൾ പിറകോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൻ്റെയും അതുപോലെ തന്നെ ആസാം മുഖ്യമന്ത്രിയുടെയും എല്ലാം ശ്രമങ്ങളെ, കലാപങ്ങളെ അടിച്ചമർത്താനും അതുപോലെ തന്നെ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കി ഒരു ഏകരാഷ്ട്രം, ഏകഭാഷ, ഏകരാഷ്ട്രം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെയും എല്ലാം അദ്ദേഹം കഠിനമായ ഭാഷയിൽ തന്നെയാണ് എതിർത്തത്. എന്തായാലും ഇനിയും മുന്നോട്ട് പോകുമ്പോൾ നേരിടാനുണ്ടാകുന്ന തടസ്സങ്ങളെ എല്ലാം മറികടക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോവുക തന്നെയാണ്, പിന്നോട്ടില്ല എന്നുകൂടി പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരം അവസാനിപ്പിച്ചത്. വൃന്ദ.